ഹായ് ഡിയേഴ്സ്, നമുക്കിതൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ? ചായയുടെ ഈവനിങ്ങിൽ കഴിക്കാമല്ലോ. ഇപ്പം ഞാൻ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 3 മണിയാവുന്നു. അപ്പോൾ നമുക്കൊരു 4 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ചായ കൂടെ എല്ലാം ആകുമ്പോൾ സെറ്റാവും. പഴംപൊരി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല, പഴം ഇവിടുന്ന് പനലായി പോകണമെന്ന് തൊട്ട്. അതുകൊണ്ട് ഞാൻ അറിഞ്ചും നാടൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഇത് 3 പഴമാണ് എടുത്തത്, കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. ഇതാണെങ്കിൽ ഗോതമ്പ് പൊടി ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. പിന്നെ ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടു. അതുപോലെ മൈദാമാവ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഇതാണ് സംഭവം. പിന്നെ ഞാനാണെങ്കിൽ ഇതിനകത്തൊരു ഇച്ചിരി ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട്, പിന്നെ ഇത്തിരി കളർ ഇട്ട് കഴിഞ്ഞാൽ അല്ലാത്ത കളറൊന്നും ഉപയോഗിക്കാറില്ല. എന്നിട്ട് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു കുഞ്ഞു നുള്ളു. എന്നിട്ട് ഈ കുഞ്ഞു നുള്ളു ഇമ്മിണി ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന്, ഒരുപാട് എന്നാൽ നല്ല ലൂസായി പോകുന്ന രീതിയിലല്ല, അല്ലാതെ ഒരുപാട് കട്ടിയും അല്ലാത്ത രീതിയിൽ. ഞാൻ ആ പരുവം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരുപാട് കട്ടി ഇതാക്കിടുന്ന കറങ്ങുന്ന പാത്രം, ഒരുപാട് കട്ടിയല്ല എങ്കിലും എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്ത രീതി. നിങ്ങൾ ഇരിക്കുന്നതിനകത്തിട്ട് മഞ്ഞപ്പൊടി ഈ കളർ ഇല്ലേ എന്ന് ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ ഉണ്ടാക്കിയിട്ടുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മഞ്ഞപ്പൊടിയുടെ കളറോടെ പോയിരുന്നു. പക്ഷേ ഇത് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടെല്ലാം ഓക്കെ ആക്കി കഴിയുമ്പോൾ, ഇത് എണ്ണയ്ക്കകത്തൊക്കെ മുക്കിയിട്ട് കഴിയുമ്പോഴേ ആ ഒരു കളർ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ മുറിച്ച് വെച്ച പഴം എല്ലാം കൂടെ അതെണ്ണയിൽ മാവിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാണ് ഈ ഷോ കാണിക്കാൻ വേണ്ടി ഈ ഒരു തവി എടുക്കുന്നത്? അപ്പോൾ നമുക്ക് എണ്ണയിൽ മുക്കിയെടുക്കുമ്പോൾ തവി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. അതായത് ഇതിനെ ഇങ്ങനെ സെറ്റാക്കി വന്നതേ ഇങ്ങനെ നാക്കിയെടുക്കാം. ഇപ്പോൾ എന്തായാലും ഞാനിപ്പം സോഡാപ്പൊടിയൊക്കെ ഇല്ലിട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെക്കട്ടെ. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളിത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ അത് നമുക്ക് പഴംപൊരി എടുക്കാൻ വേണ്ടി പഴം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കണം. അല്ലാതെ നമ്മൾ ലേശം കുറച്ചൊക്കെ ഒഴിച്ചുവാണെങ്കിൽ അത് അടി കയറി കരിയും. അപ്പോൾ എണ്ണയൊക്കെ തെളിച്ചു. അപ്പം ഇതുപോലെ കൈ വെച്ചിങ്ങനെ മുക്കിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഞാനിപ്പോൾ ആദ്യം നല്ല ഇതെല്ലാം പാക്കി ഇട്ടതിന് ശേഷം കൈയായിരുന്നു. ജസ്റ്റ് എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ഒന്ന് മീഡിയത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. നമുക്കിതിനെ ഒന്ന് തിരിച്ചിടണം. കണ്ടോ ഇത്രയും ഈ ഒരു വേവ് മതി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം തിരിച്ചിട്ടിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് കോരി എടുക്കുക. തീ കൂട്ടി വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ പിടിക്കൂല. അപ്പം എൻ്റെ പഴംപൊരി ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, സെറ്റില്ലേ?